ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായമാണ്. 50-ാം അധ്യായത്തിലെ ചോദ്യ ഉത്തരങ്ങളോട് നമുക്കൊന്ന് കടന്നു പോകാം. പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 29. പ്രഭാഷകൻ 50-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം എന്ത്? ഉത്തരം പ്രധാന പുരോഹിതൻ ഷിമിയോൻ. ഓനിയാസിന്റെ പുത്രനായ ഷിമിയോൻ ആരായിരുന്നു? ഉത്തരം പ്രധാന പുരോഹിതൻ. പ്രധാന പുരോഹിതനായ ഷിമിയോന്റെ പിതാവ് ആര്? ഉത്തരം ഓനിയാസ്. പ്രധാന പുരോഹിതനായ ഷിമിയോൻ നേതാവായിരുന്നത് ആർക്ക്? ഉത്തരം സഹോദരന്മാർക്ക്. പ്രധാന പുരോഹിതനായ ഷിമിയോൻ ആർക്കാണ് അഭിമാനമായിരുന്നത്? ഉത്തരം ജനത്തിന്. സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവും ആയിരുന്നത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ പുതുക്കി പണിതത് എന്ത്? ഉത്തരം ദേവാലയം. പ്രധാന പുരോഹിതനായ ഷിമിയോൻ പുതുക്കി പണിയുകയും കോട്ട കെട്ടി സംരക്ഷിക്കുകയും ചെയ്തത് എന്ത്? ഉത്തരം ദേവാലയം. പ്രധാന പുരോഹിതനായ ഷിമിയോൻ അടിസ്ഥാനമിട്ടത് എന്തിന്? ഉത്തരം ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന്. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അടിസ്ഥാനമിട്ടത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു. ആരുടെ കാലത്ത്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോന്റെ കാലത്ത്. പ്രധാന പുരോഹിതനായ ഷിമിയോന്റെ കാലത്ത് എങ്ങനെയുള്ള ജലസംഭരണിയാണ് കുഴിച്ചത്? ഉത്തരം സമുദ്രം പോലെ വിശാലമായ. പ്രധാന പുരോഹിതനായ ഷിമിയോന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ എന്താണ് കുഴിച്ചത്? ഉത്തരം ഒരു ജലസംഭരണി. പ്രധാന പുരോഹിതനായ ഷിമിയോന്റെ കാലത്ത് നഗരത്തിന് കോട്ട കെട്ടിയത് എന്തിനു വേണ്ടി? ഉത്തരം ആക്രമണം ചെറുക്കാൻ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ ആരെയാണ് നാശത്തിൽ നിന്നും രക്ഷിച്ചത്? ഉത്തരം ജനത്തെ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ ജനത്തെ എന്തിൽ നിന്നാണ് രക്ഷിച്ചത്? ഉത്തരം നാശത്തിൽ നിന്നും. പ്രധാന പുരോഹിതനായ ഷിമിയോൻ എവിടെ നിന്ന് പുറത്തു വരുമ്പോൾ അവനെ ജനം പൊതിയുമ്പോഴാണ് അവൻ എത്ര മഹത്വപൂർണനാണെന്ന് പറഞ്ഞിരുന്നത്? ഉത്തരം ശ്രീകോവിലിന്. പ്രഭാഷകൻ 50:6 പ്രകാരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രഭാത താരം പോലെ പ്രശോഭിച്ചത് എവിടെ? ഉത്തരം മേഘങ്ങൾക്കിടയിൽ. മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം പ്രഭാത താരം പോലെ. എന്തിനിടയിൽ പ്രഭാത താരം പോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം മേഘങ്ങൾക്കിടയിൽ. ഉത്സവവേളയിൽ എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം പൂർണ്ണചന്ദ്രനെ പോലെ. ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിച്ചത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിച്ചത് എപ്പോൾ? ഉത്തരം ഉത്സവവേളയിൽ. ആരുടെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം അത്യുന്നതൻ്റെ. അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന എന്തിനെ പോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം സൂര്യനെ പോലെ. എവിടെ വിളങ്ങുന്ന മഴവില്ല് പോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ. തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം മഴവില്ല് പോലെ. തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ പ്രശോഭിച്ചത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. വസന്തത്തിൽ പനിനീർ പൂ പോലെ പ്രശോഭിച്ചത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. വസന്തത്തിൽ എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം പനിനീർ പൂ പോലെ. നീർച്ചാലിൻ്റെ അരികെ നിൽക്കുന്ന ലില്ലി പോലെ പ്രശോഭിച്ചത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ നീർച്ചാലിൻ്റെ അരികെ നിൽക്കുന്ന എന്തുപോലെയാണ് പ്രശോഭിച്ചത്? ഉത്തരം ലില്ലി പോലെ. എവിടെ നിൽക്കുന്ന ലില്ലി പോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം നീർച്ചാലിനരികെ. വേനൽക്കാലത്ത് ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടി പൂ പോലെ പ്രശോഭിച്ചത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടി പോലെ പ്രശോഭിച്ചത് എപ്പോൾ? ഉത്തരം വേനൽക്കാലത്ത്. വേനൽക്കാലത്തും എവിടെ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പൂ പോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം ലെബനോനിൽ. ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ പ്രശോഭിച്ചത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ എവിടെ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെയാണ് പ്രശോഭിച്ചത്? ഉത്തരം ധൂപകലശത്തിൽ. ധൂപകലശത്തിൽ പുകയുന്ന എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം സുഗന്ധദ്രവ്യം പോലെ.
രത്നഖചിതമായി സ്വർണ്ണത്തളിക പോലെ പ്രശോഭിച്ചത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ രത്നഖചിതമായ എന്തുപോലെയാണ് പ്രശോഭിച്ചത്? ഉത്തരം സ്വർണ്ണത്തളിക പോലെ. എങ്ങനെയാണ് സ്വർണ്ണത്തളിക പോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം രത്നഖചിതമായ. കാഴ്ച നിൽക്കുന്ന എന്തുപോലെയാണ് കാഴ്ച നിൽക്കുന്ന ഒലിവ് പോലെ പ്രശോഭിച്ചത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. കാഴ്ച നിൽക്കുന്ന എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം ഒലിവ് പോലെ. മേഘം ഉരുമുന്ന ദേവദാരു പോലെ പ്രശോഭിച്ചത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. മേഘം ഉരുമുന്ന എന്തുപോലെയാണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ പ്രശോഭിച്ചത്? ഉത്തരം ദേവദാരു പോലെ. മേഘം ഉരുമുന്ന ദേവദാരു പോലെ പ്രധാന പുരോഹിതനായ ഷിമിയോൻ എന്തു ചെയ്തു? ഉത്തരം പ്രശോഭിച്ചു. പ്രധാന പുരോഹിതനായ ഷിമിയോൻ വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചത് എങ്ങനെ? ഉത്തരം മഹിമയേറിയ സ്ഥാനവസ്ത്രം അണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി. മഹിമയേറിയ സ്ഥാനവസ്ത്രം അണിഞ്ഞ സർവാലങ്കാര ഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. എങ്ങനെയുള്ള വസ്ത്രം അണിഞ്ഞ് ആണ് പ്രധാന പുരോഹിതനായ ഷിമിയോൻ വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചത്? ഉത്തരം മഹിമയേറിയ സ്ഥാനവസ്ത്രം അണിഞ്ഞ് മഹിമയേറിയ സ്ഥാനവസ്ത്രം. മഹിമയേറിയ സ്ഥാനവസ്ത്രം അണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി പ്രധാന പുരോഹിതനായ ഷിമിയോൻ സമീപിച്ചത് എന്തിനെ? ഉത്തരം വിശുദ്ധ ബലിപീഠത്തെ. അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രം അണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് എന്തിനെയാണ് മഹത്വപൂർണ്ണമാക്കിയത്? ഉത്തരം വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ. അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ എവിടെ നിന്നാണ് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും ഓഹരികൾ സ്വീകരിച്ചത്? ഉത്തരം ബലിപീഠത്തിലെ അഗ്നിക്കരികിൽ നിന്നും. ബലിപീഠത്തിലെ അഗ്നിക്കരികിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ച ഷിമിയോനെ സഹോദരന്മാർ ചുറ്റുനിന്നത് എന്തുപോലെ? ഉത്തരം പൂമാല പോലെ. പൂമാല പോലെ ഷിമിയോനെ ചുറ്റുനിന്നത് ആര്? ഉത്തരം സഹോദരന്മാർ. ഷിമിയോൻ സഹോദരന്മാരുടെ മധ്യേ ശോഭിച്ചത് എങ്ങനെ? ഉത്തരം ഈന്തപ്പനകളാൽ വലീതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെ. ഈന്തപ്പനകളാൽ വലീതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെ പ്രശോഭിച്ചത് ആര്? ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമിയോൻ. എന്തിനാൽ വിലീതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെയാണ് ഷിമിയോൻ ശോഭിച്ചത്? ഉത്തരം ഈന്തപ്പനകളാൽ. ഈന്തപ്പനകളാൽ വലീതമായ ലെബനോനിലെ എന്തുപോലെയാണ് ഷിമിയോൻ ശോഭിച്ചത്? ഉത്തരം ഇളം ദേവദാരു പോലെ. തങ്ങളുടെ സർവ്വവിഭൂഷകളോട് കൂടെ കർത്താവിനുള്ള കാഴ്ചയുടെ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന് മുമ്പിൽ നിന്നതാര്? ഉത്തരം അഹ്റോന്റെ പുത്രന്മാർ. അഹ്റോന്റെ പുത്രന്മാർ കർത്താവിനുള്ള കാഴ്ചയുടെ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന് മുമ്പിൽ നിന്നത് എങ്ങനെ? ഉത്തരം തങ്ങളുടെ സർവ്വവിഭൂഷകളോടുകൂടെ. അഹ്റോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവ്വവിഭൂഷകളോടുകൂടി എന്തു കരങ്ങളിലേന്തിയാണ് ഇസ്രായേൽ സമൂഹത്തിന് മുമ്പിൽ നിന്നത്? ഉത്തരം കർത്താവിനുള്ള കാഴ്ചകൾ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി ആർക്കാണ് കാഴ്ചകൾ ഒരുക്കിയത്? ഉത്തരം അത്യുന്നതനായ സർവശക്തന്. പ്രധാന പുരോഹിതനായ ഷിമിയോൻ എവിടുത്തെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയാണ് അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയത്? ഉത്തരം ബലിപീഠത്തിലെ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ ബലിപീഠത്തിലെ എന്ത് പൂർത്തിയാക്കിയാണ് അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയത്? ഉത്തരം ശുശ്രൂഷകൾ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് എന്താണ് ഒരുക്കിയത്? ഉത്തരം കാഴ്ചകൾ. പ്രധാന പുരോഹിതനായ ഷിമിയോൻ ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം പാനപാത്രത്തിൽ എടുത്തതെന്ത്? ഉത്തരം മുന്തിരിച്ചാറ്. പ്രധാന പുരോഹിതനായ ഷിമിയോൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് എന്തെല്ലാമായാണ് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴുക്കിയത്? ഉത്തരം നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി. പ്രധാന പുരോഹിതനായ ഷിമിയോൻ നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിൽ ചുവട്ടിൽ ഒഴുക്കിയത് എന്ത്? ഉത്തരം മുന്തിരിച്ചാറ്. ആർത്തു വിളിക്കുകയും ലോകനിർമ്മിതമായി കാഹളം ഊതുകയും ചെയ്തത് ആര്? ഉത്തരം അഹ്റോന്റെ പുത്രന്മാർ. അഹ്റോന്റെ പുത്രന്മാർ ആർത്തു വിളിക്കുകയും എന്തിനാ നിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ 50:16 പറയുന്നത്? ഉത്തരം ലോഹനിർമ്മിതമായ. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി. ആര്? ഉത്തരം അഹ്റോന്റെ പുത്രന്മാർ. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അഹ്റോന്റെ പുത്രന്മാർ ചെയ്തത് എന്ത്? ഉത്തരം ഉച്ചഘോഷം മുഴക്കി. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അഹ്റോന്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയപ്പോൾ ജനം ചെയ്തത് എന്ത്?
ഉത്തരം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. അഹ്റോന്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയപ്പോൾ ആരെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ സാഷ്ടാംഗം വീണത്? ഉത്തരം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ. ശ്രുതിമധുരമായി അത്യുന്നതനായ കർത്താവിനെ സ്തുതിച്ചു പാടിയതാര്? ഉത്തരം ഗായകർ. ഗായകർ കർത്താവിനെ സ്തുതിച്ചു പാടിയത് എങ്ങനെ? ഉത്തരം ശ്രുതിമധുരമായി. ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചത് എപ്പോൾ വരെ? ഉത്തരം കർത്താവിൻ്റെ ആരാധനാക്രമ പ്രകാരം പൂർത്തിയാകുന്നത് വരെ. കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നത് വരെ കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചത് ആര്? ഉത്തരം ജനം. കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നത് വരെ ജനം ആരുടെ മുമ്പിലാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം അത്യുന്നതനും കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുമ്പിൽ. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത് ആര്? ഉത്തരം ശിമെയോൻ. ആരെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ശിമെയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത്? ഉത്തരം കർത്താവിൻ്റെ നാമത്തെ. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ശിമെയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയപ്പോൾ ജനം ചെയ്തത് എന്ത്? ഉത്തരം അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വീണ്ടും കുമ്പിട്ടു. ആരുടെ ആശീർവാദം സ്വീകരിക്കാനാണ് ജനം വീണ്ടും കുമ്പിട്ടത്? ഉത്തരം അത്യുന്നതൻ്റെ. പ്രഭാഷകൻ 50-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം ഉപദേശങ്ങൾ. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്നതാര്? ഉത്തരം സകലത്തിൻ്റെയും ദൈവം. സകലത്തിൻ്റെയും ദൈവം നമ്മെ എന്നു മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു? ഉത്തരം ജനനം മുതൽ. ജനനം മുതൽ നമ്മെ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നതാര്? ഉത്തരം സകലത്തിൻ്റെയും ദൈവം. സകലത്തിൻ്റെയും ദൈവം നമുക്ക് നൽകുന്നതായി പ്രഭാഷകൻ 50:23 പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം ഹൃദയാഹ്ലാദം. അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ എവിടുത്തെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം ഇസ്രായേലിലെ. അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ എപ്രകാരമാക്കുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സമാധാനപൂർണ്ണമാക്കുകയും. അവിടുന്ന് നമ്മുടെ മേൽ ഡാഷ് വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. പ്രഭാഷകൻ 50:24 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം കാരുണ്യം. അവിടുന്ന് നമ്മുടെ മേൽ എന്ത് വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം കാരുണ്യം. അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ എന്ത് ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം രക്ഷിക്കുകയും. ആര് നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു എന്നാണ് പ്രഭാഷകൻ 50:25 പറയുന്നത്? ഉത്തരം രണ്ട് ജനതകൾ. രണ്ട് ജനതകൾ നിമിത്തം ഞാൻ എന്തു ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ക്ലേശിക്കുന്നു. രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ജനതകൾ ഏതെല്ലാം? ഉത്തരം സെയിർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തരും. മൂന്നാമത്തത് ജനതയെ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം ക്ഷമിക്കമിലെ മൂഢജനത. വിജ്ഞാനത്തിൻ്റെ വേഗത്തിൻ്റെ ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ആര്? പ്രഭാഷകൻ. പ്രഭാഷകൻ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ എങ്ങനെയെല്ലാം ഉള്ളതാണ്? ഉത്തരം വിജ്ഞാനത്തിൻ്റെ വേഗത്തിൻ്റെയും. പ്രഭാഷകൻ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ സിറാക്കിൻ്റെ പുത്രൻ യേശു. പ്രഭാഷകൻ ഗ്രന്ഥകർത്താവായ യേശു ആരുടെ പുത്രനാണ്? ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ സിറാക്കിൻ്റെ. ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ ആര്? ഉത്തരം സിറാക്ക്. ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ സിറാക്കിൻ്റെ പുത്രൻ യേശുവായ ഞാൻ എവിടെ നിന്നും പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത് എന്നാണ് പറയുന്നത്? ഉത്തരം ഹൃദയാഘാതത്തിൽ നിന്ന്. ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ സിറാക്കിൻ്റെ പുത്രനായ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച എന്താണ് ഇതെന്നാണ് പറയുന്നത്? ഉത്തരം ജ്ഞാനമാണ്. ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവർ അനുഗ്രഹീതൻ, അവയെ എവിടെ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹൃദയത്തിൽ. ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ആരാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ജ്ഞാനി. ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും, അവയെ അനുവർത്തിക്കുന്നവൻ എന്താകും? ഉത്തരം എല്ലാറ്റിനും കഴിവുള്ളവനാകും.
അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിലും കഴിവുള്ളവനാകും. കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ എന്ത് ചെയ്യുന്നത്? ഉത്തരം നയിക്കുന്നത്. ഇത്രയുമാണ് ഈ അധ്യായത്തിലെ ചോദ്യ ഉത്തരങ്ങൾ. ഒരിക്കൽ കൂടി നമുക്ക് ബൈബിൾ വായിച്ച് ഹൃദയസ്ഥമാക്കാം. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.